നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു റിക്രൂട്ട്മെൻറ്റുമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത്യാവശ്യം നല്ല വേക്കൻസിയൊക്കെ ഉള്ള ഒരു പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. ജൂനിയർ എക്സിക്യൂട്ടീവിലേക്ക് 13 വേക്കൻസി ഉണ്ട്. ഫയർ സർവീസിലേക്ക് 13, ഹ്യൂമൻ റിസോഴ്സിലേക്ക് 66, ഒഫീഷ്യൽ ലാംഗ്വേജിലേക്കായിട്ട് 4, അങ്ങനെയായിട്ടാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കുറേ നാളായിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാറില്ല. പക്ഷേ നമ്മൾ ടെലഗ്രാമിൽ ഇത്തരത്തിലുള്ള PDF കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന സമയത്ത് PDF ആയിട്ട് തന്നെ നമ്മൾ ടെലഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാത്തവരുണ്ട് എങ്കിൽ നമ്മൾ ടെലഗ്രാമിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ PDF ആയിട്ട് തന്നെ കയ്യിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ തൊഴിൽ വാർത്ത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ റെഗുലറായിട്ട് അതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു പോസ്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതിനു മുൻപായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമായിട്ട് ഇല്ല. ഫയർ സർവീസിലേക്കാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എൻജിനീയറിംഗ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ടെക് ഇൻ ഫയർ എഞ്ചിനീയറിംഗ് ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. ഹ്യൂമൻ റിസോഴ്സിലേക്കാണ് എങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി അതോടൊപ്പം MBA അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ജൂനിയർ എക്സിക്യൂട്ടീവ് ആണ് എങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഹിന്ദി ഓർ ഇംഗ്ലീഷ് വിത്ത് ഇംഗ്ലീഷ് ഓർ ഹിന്ദി റെസ്പെക്റ്റീവ്ലി. അതിലേക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി, ട്രാൻസ്ലേഷനിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ആ ഒരു പോസ്റ്റിൽ ചോദിക്കുന്നുണ്ട്. 27 വയസ്സാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന ഏജ് ലിമിറ്റ്. 18/3/2025 എന്ന ഡേറ്റ് വെച്ചിട്ടാണ് ഏജും ക്വാളിഫിക്കേഷനൊക്കെ അവർ കണക്കാക്കുന്നത്. SC/ST ആണെങ്കിൽ 5 വർഷത്തെയും OBC ആണെങ്കിൽ 3 വർഷത്തേക്ക് വയസ്സളവൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് 17/2/2025 ക്ലോസിംഗ് ഡേറ്റ് വന്നിരിക്കുന്നത് 18/3/2025 ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ് ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാവുന്നത്. നോട്ടിഫിക്കേഷൻ ജനുവരി മാസം തന്നെ വന്നിരിക്കുകയാണ്. മാർച്ച് 18 വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഏതാണ്ട് 40,000 രൂപയുടെ അടുത്തൊക്കെ പേ സ്കെയിൽ വരുന്ന നല്ലൊരു പോസ്റ്റാണ്. ഏതാണ്ട് 1,40,000 വരെയൊക്കെ നിങ്ങൾക്ക് സാലറി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് കൂടിയാണ്. 35% ഓഫ് ബേസിക് പേ, HRA, DA, TA തുടങ്ങിയ മുഴുവൻ അലവൻസും കാര്യങ്ങളൊക്കെ ഇത് കൂടാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. ഈ ഒരു അവസരം നിങ്ങൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപേക്ഷ അയക്കേണ്ടത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇതിലേക്ക് 1000 രൂപയാണ് അപേക്ഷ ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. SC/ST PWD കാൻഡിഡേറ്റ്സ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ അപ്രൻറ്റീസ് ഹു ആർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് 1 ഇയർ അപ്രൻഷിപ്പ് ട്രെയിനിങ് ഇൻ അതായത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ അപ്രൻഷിപ്പ് കഴിഞ്ഞിട്ടുള്ളവർ, അല്ലെങ്കിൽ SC/ST PWD കാൻഡിഡേറ്റ്സ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ ഫീസോ കാര്യങ്ങളൊന്നും അടയ്ക്കേണ്ടതായിട്ടില്ല. ആ ഒരു കാര്യം കൂടി അറിഞ്ഞു വെക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള www.aaiaero എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ അയക്കാൻ വേണ്ടി പറ്റുക. നോട്ടിഫിക്കേഷനൊക്കെ ഈ ഒരു വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ്.